ഇന്നലെ ഞാൻ കേട്ട വീഡിയോയിൽ ഒരിക്കൽ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് പേർക്ക് 100,000 സംശയങ്ങളുണ്ടായിരുന്നു. എന്താണ് ഈ ഒരിക്കല്? എന്തിനാണ് ഇത് എടുക്കണേന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അത് വേറെ ഒന്നുമല്ല. ഇന്നേക്ക് എൻ്റെ അച്ഛമ്മ മരിച്ചിട്ട് 41 ദിവസമായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ 41ൻ്റെ അന്ന് ബലിയിടാൻ പോവും. അപ്പോൾ ഈ ബലിയിടുന്നതിനെക്കാട്ടും മുന്നേ നമ്മൾ തലേ ദിവസം ഒരിക്കലെടുക്കണം. അതായിരുന്നു ഇന്നലെ ഞാൻ എടുത്തത്. അന്നതാ ഞങ്ങൾ 4:30 എഴുന്നേറ്റ് കുളിച്ചൊരു 5:30 ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. വെളിച്ചൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളങ്ങനെ ഇതാ വണ്ടിയിൽ കയറി നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി. അവിടുന്ന് അച്ഛനും അമ്മേനെയൊക്കെ എടുത്തിട്ടായിട്ട് നമ്മൾ നേരെ തിരുനാവായക്ക് പോയത്. പാപ്പനും മേമയ്ക്ക് ഇന്ന് അവരെ കാറിലാണ് വന്നത്. വേറെ ഒന്നുമല്ല കേട്ടോ, പിള്ളേർക്കൊന്ന് വണ്ടിയിൽ കിടന്ന് ഉറങ്ങണമെങ്കിൽ ഉറങ്ങിക്കോട്ടെ എന്ന് വെച്ചിട്ട് അവരെ കാറിൽ പോകുന്നതാണ്. അങ്ങനെ ദാ നമുക്ക് ദൂരെയായിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയത്. അവിടെ നിന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാനുണ്ടായിരുന്നു. പിന്നെ ദാ ഞങ്ങൾ നേരെ അമ്പലത്തിൽ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഈ കളിപ്പാട്ടങ്ങളൊക്കെ കാണുമ്പോൾ കാത്തുമ്മയ്ക്ക് അതുമ്മേ ഒരു വാശിയൊക്കെ പിടിച്ചിരുന്നു. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ ദാ നമ്മൾ നേരെ അവിടെ അമ്പലത്തിലെത്തിയതിന് ശേഷം നമ്മൾ ടോക്കണെല്ലാം എടുത്ത് നേരെ ബലിയിടാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ ബലിയിടാൻ പോയ ടൈമിൽ കാത്തുമ്മയായിരുന്നു കുറച്ചധികം ടൈം പോസ്റ്റായിട്ടുണ്ടായിരുന്നു. ഈ പോസ്റ്റിനെക്കാട്ടപ്പുറം കാത്തുമ്മ നല്ല വാശിയായിരുന്നു ട്ടോ. അവൾക്ക് നന്നായി വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നോർമലി അവൾ ഉറങ്ങി എഴുന്നേറ്റ് ഒരു അരമണിക്കൂറിനുള്ളിൽ ഫുഡ് കിട്ടണം. അല്ലെങ്കിൽ അവൾ ഭയങ്കര വാശിയായിരിക്കും. പിന്നെ ഏട്ടാളെ കുറച്ചൊക്കെ സമാധാനിപ്പിച്ചത് അവിടെ ഉണ്ടായിരുന്ന കാക്കേനെയും പ്രാവിനെയും കാണിച്ചു കൊടുത്തിട്ടാണ്. അങ്ങനെ ദാ ഞങ്ങൾ ബലിയെല്ലാം ഇട്ടതിൻ്റെ ശേഷം പിന്നെ വീണ്ടും പോയി നനഞ്ഞ് വന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് പോവാം ട്ടോ. അങ്ങനെ ദാ ഏട്ടൻ പുറത്തിരുന്നു. ഞാനും അമ്മയും എല്ലാവരും പോയിട്ട് അമ്പലത്തിലൊക്കെ തൊഴുത് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ടൈം ഒരു 10:30 ആയതുകൊണ്ട് തന്നെ പിള്ളേർക്കൊക്കെ നല്ല വിശപ്പും നല്ല വാശിയായിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ കുറച്ച് അധികം ദൂരം വരേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഒരു ഹോട്ടൽ കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പോൾ ഗ്യാസൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അധികം ഹോട്ടലുകളൊന്നും തുറക്കണമില്ല. തുറക്കണോടത്താണെങ്കിൽ നല്ല ഫുഡുകളും ഇല്ല. അങ്ങനെ നമ്മൾ അവസാനം എത്തിയത് പഴയിടത്തിലായിരുന്നു. അവിടെ എത്തിയപ്പോഴാണെങ്കിൽ ഇഡ്ഡലിയും നെയ്റോസ്റ്റും മാത്രമേ ഉള്ളൂ. അതോടുകൂടി ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എല്ലാവരുടെ വശത്തുനിന്നും ചീത്തയായി. ഒന്നും കഴിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചീത്തയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അവസാനം ഞാൻ പറഞ്ഞു കാത്തുമ്മയ്ക്ക് ദോശ ഇഷ്ടം. അപ്പോൾ അവൾക്കൊരു നെയ്റോസ്റ്റ് മേടിക്കണമെന്ന് ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് അവൾക്കും കൂടി ഒരു നെയ്റോസ്റ്റ് പറഞ്ഞു. അതിന്ന് തുണ്ട് അവൾ കഴിച്ചപ്പോഴത്തേനും അവൾക്ക് ഇഷ്ടമായില്ല കേട്ടോ. വലിയ ടേസ്റ്റോ കാര്യങ്ങളോ തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞാനും തുണ്ട് കഴിച്ചിട്ട് ബാക്കി അച്ഛന് ഞങ്ങൾ കൊടുക്കുക ചെയ്തത്. ഒരു ദോശ പോലും ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. എന്താണോ വലിയ ടേസ്റ്റൊന്നും തോന്നാത്തതുകൊണ്ടായിരിക്കാം. പിന്നെ ഇതാ ഏട്ടനും കാത്തുമ്മയും നേരെ ഹോട്ടലിൻ്റെ പുറത്ത് വന്നിരിക്കുകയാണ്. അപ്പോഴാണ് പാപ്പൻ പിള്ളേർക്ക് ഐസ്ക്രീം മേടിച്ചത്. കാത്തുമ്മ പുറത്തായതുകൊണ്ട് തന്നെ ഞാൻ അവൾക്കുള്ള ഐസ്ക്രീം കൊണ്ട് നേരെ ഇങ്ങോട്ട് വരിക കേട്ടോ ചെയ്തത്. അപ്പോൾ കുണുക്കിനും കുണിക്കൊക്കെ അവിടെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇവൾക്കുള്ള ഐസ്ക്രീം കൊണ്ട് ഇങ്ങോട്ട് വന്നതാട്ടോ. അത് കണ്ടത് പിന്നെ കാത്തുമ്മയ്ക്ക് വേറെ ഒന്നും വേണ്ട, ഭയങ്കര സന്തോഷമായി. അവൾക്ക് ഇഷ്ടമാണ് ചോക്കോബാർ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്ന് ഒരു കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ തറവാട്ടിൽ പോകുന്നു. അപ്പോൾ ഇന്നത്തെ ഫുഡ് അവിടെ നിന്നായിരുന്നു പാപ്പ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിലും ചിക്കൻ മേമ വറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മേമ ചിക്കൻ വറക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തന്നെ ഞാൻ വന്നിരുന്നിട്ടായിരുന്നു ഓരോന്ന് എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ മാത്രമല്ല അച്ചോട്ടിന് എൻ്റെ കൂടെ കമ്പനിക്ക് കഴിക്കാതിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം എന്തായാലും ഇന്നത്തെ ഇടത്തിറക്കുള്ളൂ. ബൈ.